പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. മധുരയ്ക്കടുത്ത് ഒരു ഗ്രാമത്തിൽ ജാതിഭ്രഷ്ട് വന്ന ഒരു ശാസ്ത്രി ബ്രാഹ്മണന് ഒരു മറവ സ്ത്രീയിലുണ്ടായ 2 മക്കളിൽ ഇളയവൻ പെരുങ്കള്ളനും ചതിയനുമായി മാറി. ഒടുവിൽ വേഷവും പേരും മാറ്റി സുന്ദരയ്യൻ എന്ന ബ്രാഹ്മണ വേഷത്തിൽ വേണാട്ടിൽ കടന്നുകൂടുകയും പപ്പുത്തമ്പിയുടെ ഉപദേശകനായി മാറുകയും ചെയ്തു. പപ്പുത്തമ്പിയെ അയാളെപ്പോലെ ആക്കിയെടുക്കുന്നതിൽ അയാൾ ഒരു പരിധിവരെ വിജയിക്കുന്നുമുണ്ട്. ചെമ്പകശ്ശേരി അറപ്പുരയ്ക്കുള്ളിൽ അനുവാദമില്ലാതെ കടന്നു കയറി പാറുക്കുട്ടിയുടെ മുറി വരെ എത്തിയതിൽ സുന്ദരയ്യനോട് ആദ്യം അമ്മയും മകളും ക്ഷോഭിക്കുന്നുവെങ്കിലും പാറുക്കുട്ടിക്ക് പപ്പുത്തമ്പിയുടെ ആലോചനയും കൊണ്ടാണ് വന്നതെന്ന് മനസ്സിലാക്കുന്ന കാർത്യായനി അമ്മ അയാളെ സൽക്കരിക്കുന്നു. 70 കഴിഞ്ഞിട്ടും കണ്ണിനും നാവിനും ബുദ്ധിക്കും ഒരു ആരോഗ്യക്കുറവുമില്ലാത്ത ശങ്കു ആശാന്റെ തനിനിറം വായനക്കാർ അറിയാൻ പോകുകയാണ്. ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാം, കേൾക്കാം, വായിക്കാം. മാർത്താണ്ഡവർമ്മയുടെ 4ാം ഭാഗം. ഉർവീസുരചാപലം പെരിതേ പാരിൽ സർവവിദിതം കേവലം. ചെമ്പകശ്ശേരി അറപ്പുരയ്ക്കുള്ളിൽ നിശബ്ദമായി കടന്നുചെന്ന ബ്രാഹ്മണൻ പാറുക്കുട്ടിയുടെയും കാർത്യാനി അമ്മയുടെയും ഭാവഭേദങ്ങൾ കണ്ടു സ്വല്പം വല്ലാതെ ആയെങ്കിലും അബദ്ധനായുള്ള തൻ്റെ വിചാരത്തെ പുറത്ത് പ്രദർശിപ്പിക്കാതെ അവരുമായി അനേക ചാതുർയുഗകാലത്തെ പരിചയമുള്ളതുപോലെ ഒന്ന് ലളിതമായി പുഞ്ചിരിക്കൊണ്ടു. ഈ അഭിനയാനന്തരം എന്നെ കൊളന്തേ ഇത്രയും പറഞ്ഞപ്പോഴേക്കും വേറൊരു വിചാരം തോന്നി. താൻ ആരാണെന്നുള്ളതിനെക്കുറിച്ച് പീഡികയായി ഒരു പ്രസ്താവം ഇപ്രകാരം ആരംഭിച്ചു. കൊച്ചമ്മയ്ക്ക് ഞാൻ ആരെന്ന് தெரியாதாക്കും. കഴക്കൂട്ടത്തങ്കത്തെ ആവാൾ മുതലാനവർക്ക് എന്നെ തെരയും. പെരിയ തമ്പി അങ്കത്തെ ആവാളുടെ കുട്ടിപ്പട്ട സുന്ദരത്തെ തെരിയാവടിക്കിരിക്കെ വഴിയില്ലേ. സുന്ദരയ്യൻ എന്ന പേരായ ആ ബ്രാഹ്മണൻ ചില അംഗവിക്ഷേപങ്ങളോടുകൂടി തൻ്റെ വാക്സാമർത്ഥ്യത്തെ പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ പാറുക്കുട്ടിയുടെ ഭയം മിക്കവാറും നീങ്ങി. എന്നാൽ മുൻകൂട്ടി അറിവ് കൊടുക്കാതെയും അനുവാദമില്ലാതെയും അന്തഃപുരത്തിൽ ബ്രാഹ്മണൻ കടന്നു ചെന്നതാകയാൽ അദ്ദേഹത്തെക്കുറിച്ച് കാർത്യാനി അമ്മയ്ക്കും പുത്രിക്കും അത്ര ബഹുമതി തോന്നിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ തോളിൽ അതിശുഭ്രവർണ്ണമായി കാണപ്പെട്ട ബ്രഹ്മസ്വത്തെ ആദരിച്ച് ഇരിക്കണം എന്ന് സത്കരിച്ചിട്ട് പാർവതിയമ്മ ഇരുന്നിരുന്ന മാന്തോലിനെ തന്നെ അദ്ദേഹത്തിന് ഇരിക്കാനായി കാർത്യാനി അമ്മ നീക്കിയിട്ടു. ബ്രാഹ്മണന് 40ഓളം വയസ്സ് കാണും. മുന്നോട്ട് ഒരു വളവ് ഉള്ളത് ഇല്ലായിരുന്നെങ്കിൽ അഗ്രത്തിൽ ഒരു മുല്ലപ്പൂമാലയും ചൂടി വിരിയിച്ചു പൂർവശികയാക്കി വച്ചിരിക്കുന്ന പിൻകുടുമ ചെമ്പകശ്ശേരി അറപ്പുരയിലെ തട്ടുതുലാങ്ങളെ തടവുമായിരുന്നു. ലലാടാസ്ഥി അകത്തോട്ട് വളഞ്ഞതുള്ളതാകിയാൽ ഫാലപ്രദേശം ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക സ്ഥിതിയിൽ അതിസൂക്ഷ്മരേഖകൾ എന്ന പോലെ കാണപ്പെടുന്ന പുരികങ്ങളും ക്ഷൗരകർമ്മത്താൽ ഏറ്റവും വെടിപ്പാക്കപ്പെട്ടിട്ടുള്ള കേശദേശവും സാധാരണയിലധികം സമീപസ്ഥമായിരിക്കുന്നു. കുങ്കുമം കൊണ്ടൊരു ഗോപിയും അതിന്മേൽ കറുത്ത കണ്ണാടി ശലകം പോലെ തെളിയുന്ന ഒരു ചാന്തുപൊട്ട് വാനര സൗന്ദര്യത്തെ നാണിപ്പിക്കുന്ന ആ മുഖത്തിന് അലങ്കാരമായി തൊട്ടിരുന്നു. കണ്ണുകളിൽ അഞ്ജനമണിഞ്ഞു തുടച്ചതുപോലെ അധികമായ നീലിമാവ് കാണുന്നുണ്ടെങ്കിലും കൃഷ്ണമണികളുടെ സഹജമായ പ്രകാശം ആ നേത്രത്തിൽ നിന്ന് വിദൂരമായിരിക്കുന്നു. കണ്ടം മെലിഞ്ഞു നീണ്ടുള്ളതാണെങ്കിലും ആകപ്പാടെയുള്ള ആകൃതിക്ക് ഏറ്റവും അനുരൂപമായിട്ടുള്ളതാണ്. മാറത്ത് അഗാധമായ ഒരു കുഴിയുള്ളത് ഉദരത്തിന് വളരെ മുകളിൽ ചേർത്ത് വച്ചിരിക്കുന്ന കരയൻ കവണി കൊണ്ട് പാതിയും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഉദരത്തോട് അടച്ചു പിടിച്ചിരിക്കുന്ന ഇടത് കൈയിൽ മടക്ക് നിവർത്താതെ വിശേഷ തരത്തിലുള്ള ഒരു തോർത്തുമുണ്ട് അലക്ഷ്യമായിട്ടിരിക്കുന്നു. കർണങ്ങളിൽ ഓരോ മുല്ലപ്പൂ തിരികി കുണ്ടലമാക്കി ഇട്ടിരിക്കുന്നതും കടുകളവെന്ന് ഏകദേശം പറയാവുന്ന ഒരു വെള്ളിത്താക്കോൽ പൂണൂലിൽ ബന്ധിച്ചിരിക്കുന്നതും ബ്രാഹ്മണ്യത്തോടുകൂടി പിടത്വവും ആ ബ്രാഹ്മണങ്കൽ സമർപ്പിതമായിട്ടുണ്ടെന്ന് പ്രത്യക്ഷപ്പെടുത്തുന്നു. മുട്ടാളനായ കമലോദ്ഭവന്റെ രൂപം സൃഷ്ടിച്ച മണ്ണിലധികം മക്ഷി കൂട്ടി ദുഷ്ടൻ എന്ന് അതിസരസനായ ഒരു കവി എഴുതിയിട്ടുള്ളത് സുന്ദരയ്യൻ്റെ നിരന്തരമായ മനക്ലേശത്തെ അറിഞ്ഞല്ലയോ എന്ന് സുന്ദരയ്യൻ്റെയും കവി കുലോത്തംസിൻ്റെയും ജീവിതകാലങ്ങൾക്ക് വ്യത്യാസമില്ലാതായിരുന്നുവെങ്കിൽ വിചാരിക്കാമായിരുന്നു. പരദേശത്താണ് ജനനമെങ്കിലും മലയാളദേശത്തെ ആചാരങ്ങളെ അദ്ദേഹം വളരെ പരിശ്രമിച്ച് വശമാക്കിയിട്ടുണ്ട്.
എന്നാൽ സുന്ദരയ്യന് ഈ ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വൈദൂഷ്യമോ പുച്ഛമോ ഏറുന്നതെന്ന് ഗ്രഹിക്കുന്നതിന് ഒരുവനും കഴിവുണ്ടായിട്ടില്ല. കേരള ഭാഷാ പരിജ്ഞാനവും തനിക്ക് അതിശയിക്കത്തക്ക വിധത്തിൽ വശമായിട്ടുണ്ടെന്ന് സുന്ദരയ്യന് നാട്യമുണ്ട്. കാകൻ ഹംസനട അഭ്യസിച്ചതിൻ്റെ പരിണാമം പോലെ കൈക്കുള്ളിലുണ്ടായിരുന്ന മാതൃഭാഷ ഭേദപ്പെട്ട് പ്രാകൃതമായ ഒരു മിശ്രഭാഷ കൈവശമായെന്നേ ഉള്ളൂ. നന്ന് എന്ന പദത്തിലുള്ള ന്യാ എന്ന അക്ഷരത്തെ അഴിപോലെ ഉച്ചരിക്കുന്നതിനുള്ള സാമർഥ്യം പോലും മലയാള ഭാഷയിൽ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. അക്ഷരാഭ്യാസവും ഭാഷാപരിജ്ഞാനവും ഒക്കെ പുല്ലല്ലേ. ഭാഗ്യം ഒന്നുണ്ടായാൽ പിന്നെ വിധിയും മിണ്ടാതിരിക്കുകയല്ലേ ഉള്ളൂ. മഹാഭാഗ്യവാനായ സുന്ദരയ്യന് യാതൊരു വിഷയത്തിലും പാണ്ഡിത്യമില്ലെന്ന് പറയുന്നത് വ്യാജമായിരിക്കും. എന്തെന്നാൽ സേവാക്രമങ്ങളിൽ അപാരമായ വൈദൂഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുമൂലം അദ്ദേഹം രാമവർമ്മ മഹാരാജാവിൻ്റെ ആദ്യപുത്രനായ ശ്രീ പത്മനാഭൻ തമ്പി അങ്ങുന്ന അവറുകളുടെ അസംഖ്യ സേവാജനങ്ങളിൽ മുമ്പനായി ഭവിച്ചു. കാർത്യായനി അമ്മയുടെ ആദരപൂർവമായ സത്കാരത്തെ കേട്ട് ഹ ഹ ഹ എന്നുള്ള ശബ്ദത്താലും ഗിരികമ്പന മന്ദസ്മിതങ്ങളാലും ക്ഷണസ്വീകാരത്തെ ആ സ്ത്രീയെ ധരിപ്പിച്ചിട്ട് സുന്ദരയ്യൻ മാന്തോൾ നീക്കിയിട്ടുകൊള്ളാതെ പടിമേൽ തന്നെ വടക്കേ അരികിലായിട്ട് ആസനം ഉറപ്പിച്ചു. എന്നിട്ട് ഇടത്തെ കൈ നീട്ടി മടക്കി വച്ച് മുഴങ്കാലുകളുടെ മധ്യയായിട്ട് ഊന്നുകയും തല ഒരു വശത്തേക്ക് ചരിച്ചിടുകയും പൃഷ്ഠത്തെ അല്പമുയർത്തുകയും ചെയ്തുകൊണ്ട് നാളികേര വൃക്ഷങ്ങൾ കാറ്റിൽ അലയും പോലെ ചാഞ്ചാടി തുടങ്ങി. സംഭാഷണത്തിന് മുടക്കം വരുത്തുകയും ചെയ്തില്ല. വലിയങ്കത്തെ രാമായണം കൊണ്ട് താൻ കിഴക്കേ പോകുന്നു. സ്ത്രീകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി തമിഴിനെ മുഴുവൻ ബ്രാഹ്മണൻ ഉപേക്ഷിച്ചിരിക്കുന്നു. വിശേഷിച്ചും സുന്ദരയ്യൻ്റെ നയനങ്ങൾ വളരെ വിഷമിച്ച് പാർവതി അമ്മയുടെ കേശാതിപാത പരിശോധന തുടങ്ങിയിരിക്കുന്നു. കാര്യത്തെ ഞാൻ ചൊല്ല വേണ്ടതില്ലല്ലോ. പെരിയവർ പടുത്തിരിക്കെ ഇളയവർക്ക് ഊർദ്ധം താൻ, അടുത്ത മുறை അംഗത്തേക്ക് താൻ. ന്യായവും രീതിയും ലോകം മുച്ചൂടും വഴക്കവും അപ്പടിത്താനേ. പ്രകൃതക്കും മറിച്ചു വരലാമ. അവരോ കണ്ണുക്കു കാമൻ, കൊടയിലെ കർണൻ, വീര്യത്തിലെ ഇന്ദ്രശിത്ത്, നയത്തിലെ വിതുരർ, ധനത്തിലെ കുബേരർ, കീർത്തിയിലെ പാർത്ഥർ എന്ന പ്രതാപം. അബ്ബ! ഇങ്ങനെ സുന്ദരിയൻ ചുരിഞ്ഞു തുടങ്ങിയ വാഘോർഷം കൊണ്ട് കാർത്യായനി അമ്മ കുറച്ച് അസ്വസ്ഥയായി ചമഞ്ഞു. തൻ്റെ വാചാടോപത്തെ പ്രദർശിപ്പിക്കുന്നതിൽ സുന്ദരയ്യന് ഒരിക്കലും അലംഭാവം തോന്നിയിട്ടില്ല. കാലദോഷത്താൽ സുന്ദരയ്യൻ്റെ ശ്രോതാക്കളായി ചെന്നു വീഴുന്ന ജനങ്ങളുടെ രസനീരസങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് സുന്ദരയ്യൻ്റെ മനസ്സ് പഞ്ഞുകൊണ്ടും വെണ്ണ കൊണ്ടും ഉണ്ടാക്കപ്പെട്ടതുമല്ല. മറ്റുള്ളവരുടെ സന്തോഷത്തെ ഗണ്യമാക്കുന്നതിന് സുന്ദരയ്യൻ ഭീരുവോ മറ്റോ ആണോ? എല്ലായിടത്തിലും ആലാപ്പറന്ത് പൈത്ത എന്നിങ്ങനെ ബ്രാഹ്മണൻ തൻ്റെ സംഭാഷണത്തെ തുടർന്നു. ഈ വാക്കുകൾ കേട്ട് കാർത്യായനി അമ്മ ഒന്ന് ഞെട്ടി. ഭയത്തോട് നാലുപാടും നോക്കിയിട്ട് ഉള്ളിലുണ്ടായ കോപത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മറന്നുപോയെന്ന് തോന്നുന്നു. ആളും അവസ്ഥയും വിചാരിച്ചല്ലേ സംസാരിക്കേണ്ടത്. സുന്ദരയ്യൻ കാർത്യായനിയമ്മയെ ഇളക്കി ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന് തൻ്റെ ഉദ്ദേശം സഫലമായത് കൊണ്ടുള്ള സന്തോഷത്തോടു കൂടി അവരവർ താനുള്ള അവസ്ഥയെ കൊടുത്തു പോട്ടാലോ. ഉള്ളാതെ ചൊല്ലറവൻ പേരില്ലാ പഴി. നല്ല ന്യായം. സ്ഥാനേ സ്ഥിതൈസ്യ പത്മസ്യഹ ഇത്രേ വരുണ ഭാസ്കരഹൗ സാനാത് പ്രശിഷ്ട്യ തസ്വൈവഹ സോഷക പ്ലോഷകാവഹീഭി എന്നാക്കുമേ വിദ്വാംസാൾ ചൊല്ലിയിരിക്കതും. ശ്ലോകത്തിൻ്റെ അർത്ഥം കാർത്യായനി അമ്മയ്ക്ക് തീരെ മനസ്സിലായില്ലെങ്കിലും സുന്ദരയ്യൻ്റെ മറുപടിയുടെ പൂർവാർത്ഥത്തിന് ഉത്തരമായി ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണ് അവസ്ഥയെ നശിപ്പിച്ചിരിക്കുന്നത്? വെറുതെ ആരെയും ദുഷിക്കരുത്. പിന്നെയും ഉണ്ടാകുന്ന ദോഷങ്ങളെ കൂടി വിചാരിച്ചു വേണം ഓരോന്ന് പറയേണ്ടത്. സുന്ദരയ്യൻ: ദോഷം? നേക്ക എന്താണ് വരാൻ പോകാനുള്ളത്? വെറുതെ എടുത്തു പോടുവാരോ? പോച്ചൊല്ലണം കൊച്ചമ്മ. കഴിവേത്തിടുമോ? നേക്ക് ഭയപ്പെടരുതക്ക്. ആൺപിള്ള സിംഗങ്ങൾ അങ്ങ് വേറെ ഇരിക്കെ. കാർത്യായനി അമ്മ: ഞങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കാനും ധൈര്യപ്പെടാനും പാടില്ല. അതുകൊണ്ട് ആ വർത്തമാനം നിർത്തിക്കൊള്ളണം. സുന്ദരയ്യൻ: സ്വകാര്യത്തിലെ ഓരോരുത്തർ എന്തെല്ലാം ചൊല്ലുന്നു, അതുക്കെല്ലാം നാക്കെ പിടുങ്കരുതുണ്ടോ?
കാർത്യാനിയമ്മ. അങ്ങ് പോകുന്ന കാര്യം എന്താണ്? മറ്റ് സംഗതി വിട്ടുകളയണം. വഴിയെ പോകുന്ന അനർത്ഥം വലിയെ പിടിച്ചു തലയിൽ കയറ്റണതെന്തിന്? ആശാനും അടവ് പിണങ്ങും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതിസമർത്ഥന്മാർക്കും ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചു പോവും. ആ വിധത്തിൽ സുന്ദരയ്യനും അടവൊന്ന് പിണങ്ങി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴക്കൂട്ടത്ത് പിള്ളയുടെ ഭാര്യയ്ക്ക് രാജദൂഷണം കർണപീയൂഷമായിരിക്കുമെന്ന് വിചാരിച്ച് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ കാർത്യാനിയമ്മയ്ക്ക് സന്തോഷപ്രദമായിരുന്നില്ലെന്ന് കണ്ടപ്പോൾ സംഭാഷണത്തെ അന്യമാർഗത്തിൽ തിരിക്കുന്നതിന് സുന്ദരയ്യൻ തരം നോക്കി തുടങ്ങി. അപ്രകാരമുള്ള ആലോചനയുടെ മധ്യയാണ് കാർത്യാനിയമ്മ മേൽപ്രകാരം പറഞ്ഞത്. ഇങ്ങനെ നല്ല അവസരം തൻ്റെ ഇച്ഛാനുകൂലമായി കിട്ടിയതിനെ സുന്ദരയ്യൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. സുന്ദരയ്യൻ: ശരി തന്നെ ആകുന്നു. ആമ, ശരിതാൻ. നല്ല ബുദ്ധി, ശരിയാന അഭിപ്രായം. ചെമ്പകശ്ശേരി വീട്ടുകാർ പേരിലെ പെരിയങ്കത്തേക്കുള്ള ഇത് അവർ ചൊല്ലറതേ കേട്ടതാൻ തിരിയും. അങ്ങനെ അല്ലാമൽ വര വഴിയില്ലയേ. ഇന്ത വാക്ക്, ഇന്ത നിലൈ ഇതെല്ലാം അവർ അറിയാവടിയിരിക്കുമോ? പാർവതിയമ്മ തൻ്റെ അമ്മയുടെ പിറകിൽ നിന്ന് ദീപത്തിൻ്റെ പ്രഭയില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കിയാൽ, കുഴന്ത പൊയ് എന്താകുന്നു? എൻ ഇരുളിൽ മറവാനേ. പാർവതിയമ്മയുടെ കേശ സമൃദ്ധിയെ ഉദ്ദേശിച്ചു. ഒരു ഇരുൾ പോരാതെന്നോ? കാർത്യാനിയമ്മ: അദ്ദേഹവും ഇവളുടെ അച്ഛനുമായി കുറച്ച് പരിചയമുണ്ടായിരുന്നു. സുന്ദരയൻ: കുറച്ച് പരിചയമോ? ആത്മസ്നേഹം. ഉഷിരിക്കുഷിർ ഞാൻ കണ്ണാലെ പാർത്തിട്ടുണ്ടല്ലോ. അന്ധപരിചയം വളരെ പോറതുണ്ടും. കൊച്ചമ്മ സാപ്പാടെല്ലാം ആഹലയാ. കാർത്യാനിയമ്മ എന്തോ ആലോചനയോടുകൂടി: അദ്ദേഹം ഏതായാലും ശ്രീമാനാണല്ലോ. സുന്ദരയ്യൻ: അപാര ശ്രീമാൻ. സന്ദേഹമാ? അവർക്കൊന്നുതാൻ കുറേ അതുവും എന്ന് പറഞ്ഞിട്ട് സുന്ദരയ്യൻ പാർവതിയമ്മയെ ലക്ഷ്യമാക്കി ഒന്ന് കടാക്ഷിച്ച് തൻ്റെ വാക്കിൻ്റെ സാരം മനസ്സിലായോ എന്ന് ചോദ്യം ചെയ്യുന്ന ഭാവത്തിൽ കാർത്യാനിയമ്മയുടെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിച്ചു. കാർത്യാനിയമ്മ ദീർഘമായ ആലോചനയിൽ നിന്ന് വിരമിച്ചിട്ട്: അദ്ദേഹത്തിന് എന്ത് കുറവാണ്? പത്മനാഭൻ പ്രസാദിച്ചിരിക്കുന്നല്ലോ. സുന്ദരയ്യൻ: പത്മനാഭൻ താൻ യാർക്കും തുണയി. പാർവതിയമ്മയോട്: കുഴന്തയ്ക്ക് എന്നാവോ? പാരായണം ഇരിക്കുന്ന പോലെ ഇരിക്കുന്നല്ലോ. വേണ്ടത് തന്നെ ആകുന്നു. കാർത്യാനിയമ്മയോട്: അണ്ണാവെ കണ്ട് എന്നാവോ ചൊല്ലറുതുക്കാകെ അംഗത്തെ താൻ വരുവാർ പോലിരിക്കെ. കാർത്യാനിയമ്മയുടെ മനസ്സ് ആ സ്ഥലത്ത് നിന്നും പറന്നുപോയിരിക്കുന്നു. നിയമവിരുദ്ധമായ സുന്ദരയ്യൻ്റെ പ്രവേശനവും ക്രമമല്ലാതെയുള്ള ഭൂഷണവാചകങ്ങളും എല്ലാം ആ സ്ത്രീ മറന്ന് അദ്ദേഹം ആകപ്പാടെ നല്ല കൂട്ടത്തിലാണെന്ന് വിചാരിച്ചു തുടങ്ങിയിരിക്കുന്നു. തൻ്റെ പുത്രിക്കുണ്ടായിരുന്ന വിരകതാപോദ്ഭവമായ രോഗത്തിൽ ഒരു സിദ്ധൌഷധം കിട്ടിയതുപോലെ സന്തോഷം കൊണ്ട് കാർത്യാനിയമ്മയുടെ മുഖകമലം വികസിക്കുന്നു. അഭീഷ്ടസിദ്ധിക്കുള്ള മാർഗാന്വേഷണത്തിൽ അവസ്ഥ മുതലായ ശബ്ദമാത്രങ്ങളെയും ഗണ്യമാക്കുന്നത് നിസ്സാരന്മാരുടെ ലക്ഷണമാണല്ലോ. അമാനുഷ്യരെന്ന് നടിക്കുന്ന ചില ആധുനിക പണ്ഡിത കേസരികൾ അല്പസുഖാഗ്രഹികളായിട്ട് മാനാഭിമാനങ്ങളെയും പൗരുഷത്തെയും തിസ്കരിച്ച് നിന്ദാവഹമായ ഓരോ കൃത്യങ്ങളെ ആചരിച്ചു വരുന്നത് കൊണ്ട് ദൃഷ്ടാന്തപ്പെടുന്നത്. ഈ സ്ഥിതിക്ക് അറിവ് തുലവും കുറഞ്ഞ് അബലാവർഗത്തിൽ ചേർന്നുള്ള ഒരാൾ ഭൂതസംഗതികളെയും തൻ്റെ നിയമം, സ്ഥിതി ഇത്യാദികളെയും മറന്ന് ഒട്ടു കഴിഞ്ഞു എന്ന് വന്നാൽ വായനക്കാർ ആശ്ചര്യപ്പെടേണ്ടതില്ലല്ലോ. ആഗ്രഹങ്ങളോ സകല ജീവലോകത്തിനും സഹജമായിട്ടുള്ളതുമാണല്ലോ. വിശേഷിച്ചും സ്ത്രീകൾക്ക്, അതിലും യൗവനാരൂഢയും അപരിഗൃഹീതയുമായിട്ടുള്ള ഒരു പുത്രിയോടുകൂടിയ മാതാവിൻ്റെ മോഹങ്ങൾ ബ്രഹ്മാണ്ഡ കടാഹത്തെ തന്നെയും ഭേദിച്ച് തിരിച്ചു എന്ന് വന്നേക്കാം. അഷ്ടദിക്കുകളിലും പുത്രിക്ക് സുഗുണാനുരൂപനായ രാമനെ തിരഞ്ഞു വലയുന്ന ഒരു മാതാവിൻ്റെ മാനസനേത്രങ്ങൾക്ക് സുന്ദരനും ധനികനും പ്രബലനും കുലീനനുമായ ഒരു യുവാവ് ഗോചരനായാൽ തന്നെത്താൻ മറന്നുപോകുന്നത് അസംഭാവ്യമാണോ? മേൽപ്പറഞ്ഞ ഗുണങ്ങളിൽ ധനം ഒന്നുമാത്രം ഉണ്ടായിരുന്നാൽ തന്നെ സകല ലക്ഷണങ്ങളും തികഞ്ഞതായി വിചാരിച്ച് മാനവും മര്യാദയും പണയത്തിലാക്കുന്നവർ ലക്ഷമുണ്ടല്ലോ. ദ്രവ്യം ദൈവം എന്നാണല്ലോ കലിയുഗ വേദജ്ഞന്മാരുടെ മതമായിരിക്കുന്നതും. അതിനാൽ ദ്രവ്യത്തിനു പുറമെ സൗന്ദര്യാദി ലക്ഷണങ്ങൾ കൂടി ഒരു യുവാവിൽ തികഞ്ഞു കാണുന്നുവെങ്കിൽ അയാളെക്കുറിച്ച് അസാമാന്യം അധികമായ ആഗ്രഹം സ്ത്രീകൾക്കുണ്ടാകുന്നതും ലോകനീതിയാണ്. കാർത്യായനിയമ്മയെ ആകർഷിച്ചിരുന്ന അന്തർഗതങ്ങൾ എന്താണെന്ന്
അന്യസഹായം കൂടാതെ വായനക്കാർക്ക് ഊഹിക്കാവുന്നതാണ്. വലിയ തമ്പിക്ക് ചെമ്പകശ്ശേരി വീട്ടുകാരുള്ള പ്രതിപത്തിയെക്കുറിച്ച് സുന്ദരയ്യൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ സ്നേഹത്തെ ഒരു ബന്ധത്താൽ ഉറപ്പിച്ചെങ്കിൽ നന്നെന്ന് ആ സ്ത്രീക്ക് തോന്നി. നാട് വാഴുന്ന മഹാരാജാവിൻ്റെ പുത്രൻ തൻ്റെ പുത്രിയുടെ ഭർത്താവായാൽ ചെമ്പകശ്ശേരി തറവാട്ടിന് ആചന്ദ്രതാരെ സന്തതി പ്രവേശി സായുജ്യമാണല്ലോ. സാക്ഷാൽ ശ്രീപത്മനാഭൻ തമ്പി അംഗത്തെ കൊച്ചമ്മ എന്നിങ്ങനെ അടക്കമുള്ള ജനങ്ങൾ തൻ്റെ പുത്രിയെക്കുറിച്ച് ഘോഷിക്കും എന്നുള്ള ഫലം കൂടാതെ ആപാദചൂടം ആഭരണങ്ങളും അറ നിറയെ നെല്ലും പണവും ആകാശത്തോളം സ്ഥാനമാനങ്ങളും ഉണ്ടാകാനുള്ള തക്കം കിട്ടിയിരിക്കുന്നത് കൈവിടുന്നത് ഭോക്ഷത്വമായിരിക്കും എന്ന് തന്നെയല്ല തൻ്റെ പുത്രിക്കുണ്ടായിരിക്കുന്ന പരിതാപവും ശമിക്കുമല്ലോ. സുന്ദരയ്യൻ അഭിപ്രായപ്പെട്ടതുപോലെ പത്മനാഭൻ തന്നെ പ്രസാദിക്കണം. ലക്ഷ്മി വല്ലഭനായ ശ്രീപത്മനാഭ സ്വാമിയോ പാർവതി വല്ലഭനാവാൻ പോകുന്ന ശ്രീപത്മനാഭൻ തമ്പി അങ്ങുന്നോ പ്രസാദിക്കേണ്ടതെന്ന് അറിവാൻ പ്രയാസം. ആവൂ, വലിയൊരു സമുദ്രത്തിൻ്റെ മറുകര കാണാറായിരിക്കുന്നു. അതിനാൽ അമരക്കാരനായ സുന്ദരയ്യനെ കുറച്ചുകൂടി ബഹുമാനിക്കുകയല്ലേ വേണ്ടത്? ഇപ്രകാരമുള്ള വിചാരങ്ങളിലാണ് കാർത്യായനിയമ്മയുടെ മനസ്സ് വ്യാപരിച്ചു കൊണ്ടിരുന്നത്. ഒടുവിലത്തെ ആലോചനയിലെത്തിയപ്പോൾ കനുവോടുകൂടി സുന്ദരയ്യനോട് ആ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു: ഹേ, എന്ത് മാതിരിയാണിത്? ബ്രാഹ്മണരുടെ ആസനം നിലത്ത് തൊട്ടാൽ അവിടെ മുടിഞ്ഞു പോകുമെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. തോൽ നീക്കിയിട്ടിരിക്കണം, ദേ തോലിലിരിക്കണം. എന്നേ മഹാഭാഗ്യമോ! വിവാഹ ദൗത്യം അനവധി സുഖങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യാപാരമാണല്ലോ. യജമാനന്മാരുടെ മുമ്പിൽ സേവ തുള്ളുന്നതിന് കൊതിക്കുന്നതിനേക്കാൾ ജനങ്ങൾ സുന്ദരിയനെ പിന്തുടർന്നാൽ നാം കാണുന്നതിൽ എത്ര കലഹങ്ങളില്ലാതാവും, എന്തു സുഖങ്ങൾ അനുഭവിക്കാം. ഈ ലോകത്തിൻ്റെ സ്ഥിതി തന്നെ അപ്പാടെ ഒന്ന് മാറി നാഗലോക തുല്യമായി ഭവിക്കുകയില്ലയോ എന്ന് സംശയമുണ്ട്. അതെങ്ങനെയോ ആകട്ടെ, കാർത്യായനി അമ്മയുടെ നൂതന സത്കാരങ്ങൾ കേട്ടപ്പോൾ തൻ്റെ ആഗമനോദ്ദേശം സഫലം എന്ന് നിശ്ചയിച്ച് ജയ ജയ കൈലാസോദ്ധാരകാരിൻ എന്നുള്ള നാരദഗീതത്തെ കേട്ട രാവണനെ പോലെ സുന്ദരയ്യൻ താൻ അറിയാതൊന്നു ഞെളിഞ്ഞ് ഗംഭീരഭാവത്തോടുകൂടി ഇരിപ്പായി. വേണ്ടാം, എങ്കി ഇരുന്നാലെന്താ, കുഴന്ത ഇപ്പോഴും വല്ലാതെ നിക്കരുത് എന്ന കാരണത്തിലാണോ എന്നിങ്ങനെ പറയുകയും ചെയ്തു. കാർത്യായനിയമ്മ: തങ്കമോ, അവൾക്ക് കുറേ നാളായി ഒരു വിഷാദം വന്നു കൂടിയിരിക്കുന്നു. തൻ്റെ വ്യസനത്തിൻ്റെ ഹേതുവേയും സുന്ദരയ്യനെ തെரியപ്പെടുത്തിയേക്കും എന്ന ഭയത്തോടുകൂടി പാറുക്കുട്ടി ഈ വാക്കുകൾ കേട്ട ഉടനെ ധൃതിയിൽ കാർത്യായനിയമ്മയുടെ സമീപത്തോട്ടണഞ്ഞു. പാറുക്കുട്ടി തൻ്റെ ശരീരത്തോടണഞ്ഞത് സ്പർശനത്താൽ അറിഞ്ഞ കാർത്യായനിയമ്മ തിരിഞ്ഞ് മുഖമുയർത്തി പുത്രിയുടെ മുഖത്ത് നോക്കി. അപ്പോൾ ആ മുഖത്ത് തങ്ങളിൽ ഇടഞ്ഞ് കളിയാടിക്കൊണ്ടിരിക്കുന്ന ഹാസ്യ കോപരസങ്ങൾ കണ്ടിട്ട് കാർത്യായനിയമ്മ എഴുന്നേറ്റ്: സുന്ദരയ്യൻ മുറുക്കിയില്ലല്ലോ, അപ്പുറത്ത് പോയി മുറുക്കാം, വരണം. നൊയമ്പുകാരി ഉറക്കം കൊണ്ട് കുപിതയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വടക്കേ കെട്ടിലേക്ക് യാത്രയായി. പഠിത്തുക്കോ അമ്മ, പഠിത്തുക്കോ, ഇതെന്നേക്കും ഉദഹാത് എന്ന് പാറുക്കുട്ടിയെ ശാസിച്ചുകൊണ്ട് സുന്ദരയ്യൻ എഴുന്നേറ്റ് കാർത്യായനിയമ്മ വഴി കൊടുത്ത് മാറി നിന്നു. മുന്നിൽ കാർത്യായനിയമ്മയും പിറകെ സുന്ദരയ്യനുമായി വടക്കേ കെട്ടിലേക്ക് പോകുന്നതിനിടയിൽ തൻ്റെ സ്വഭാവ ചാബല്യാതിക്രമത്തിൽ ബ്രാഹ്മണൻ പിന്തിരിഞ്ഞ് താൻ തന്നെ വലിയ തമ്പി എന്നുള്ള നാട്യത്തിൽ കൺമുനിയെ തന്നെ കാമലേഖനമാക്കി അയക്കുന്നതായിട്ട് പാർവതിയമ്മയെ ഒന്ന് കടാക്ഷിച്ചു. ആ സമയത്ത് കിഴക്ക് വശത്ത് ആരോ കയർക്കുന്ന ശബ്ദം കേട്ടു തുടങ്ങി. കുടിക്കെടുക്കാൻ പാടുണ്ടോ? ചുത്ത മറവൻ, അടിച്ചു കുറുക്കിനെ ഞെരിച്ചൂടണം. കപ്പാൻ മടിക്കുമോ? ആളും തരവും ഇല്ലല്ലോ എന്നിങ്ങനെ ചില വാക്കുകൾ ഉച്ചത്തിൽ പുറപ്പെടുന്നത് കേട്ടപ്പോൾ സുന്ദരയ്യൻ്റെ ശൃംഗാരരസം പകർന്ന് കൈകാൽ വിറച്ച് മുഖം വിളറി കണ്ണുകൾ തുറിച്ച് അയാൾ അങ്ങുമിങ്ങും നോക്കി തുടങ്ങി. സുന്ദരയ്യൻ്റെ ശൃംഗാര ശ്രേഷ്ഠകളെക്കുറിച്ച് കേവലം ഒരു വിടൻ്റെ അർത്ഥമാക്കാനില്ലാത്ത ഗോഷ്ഠികളെന്ന് പാറുക്കുട്ടി വിചാരിച്ചുവെങ്കിലും പിന്നീടുണ്ടായ ഭാവഭേദങ്ങൾ കണ്ട് സ്വല്പനേരം സ്തബ്ധയായി നിന്നു. എന്നാൽ ക്ഷണനേരം കൊണ്ട് സുന്ദരയ്യൻ ധൈര്യം അവലംബിച്ച് ഇടത് കൈയിലിട്ടിരുന്ന വസ്ത്രത്തെ സൂക്ഷിച്ച് സ്വസ്ഥാനത്താക്കിയിട്ട് കാർത്യായനി അമ്മയോടുകൂടി എത്തുന്നതിനായി വേഗത്തിൽ വടക്കേ കെട്ടിലേക്ക് കടന്നുപോയി. എന്ത് കഥയാണ് ഈ കണ്ടതെല്ലാം എന്നുള്ള വിചാരത്തിൽ മഗ്നയായി പാറുക്കുട്ടി അറപ്പുരയ്ക്കകത്ത് തന്നെയിരുന്നു. സുന്ദരയ്യൻ പുറത്തിറങ്ങി അല്പനേരമായപ്പോൾ നാരായണ നാരായണ എന്ന്
കോപത്തോടുകൂടി ജപിച്ചുകൊണ്ട് 70-ൽ പരം വയസ്സായ ഒരു വൃദ്ധൻ പാറുക്കുട്ടിയുടെ മുമ്പിലെത്തി. കോപഭാവത്തെ ത്യജിക്കാതെ അത്രിപുത്രനായ കോപമൂർത്തിയെ പോലെ ജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്തു തുടങ്ങി. എന്തൊരു മാതിരിയാണ് പിള്ളേ, വല്ല കോമാട്ടിയം കണ്ടാൽ അങ്ങ് മറിഞ്ഞു വീഴുന്നൂടണതോ? ഇത്ര നെഞ്ചുറപ്പില്ലയോ? അത് ഏത് പട്ടരാണ് അങ്ങനെ വന്ന് കയറൂട്ടത്? ഇത്ര 8.5 കരളുള്ളവനാര് ഈ അറപ്പുരയ്ക്കകത്ത്, ഈ ചെമ്പകശ്ശേരി അറപ്പുരയ്ക്കകത്ത്? രാത്രിയെങ്കിലും പകലെങ്കിലും അങ്ങനെ ഒരുത്തൻ കാലെടുത്ത് വെക്കുമോ? അവൻ്റെ തലമണ്ടയെ നെരിച്ചു വിടണ്ടായോ? എന്നിത്രയും പറഞ്ഞുകൊണ്ട് ആ വയസ്സൻ തൻ്റെ വാക്കിന് ചേർച്ചയായി കയ്യിലിരുന്ന വടിയെ ഒന്ന് ഓങ്ങിയപ്പോൾ അത് ഊക്കോടുകൂടി തട്ടിൽ തട്ടുകയും ഉടൻ തന്നെ നാരായണ നാരായണ എന്നുള്ള ശബ്ദത്തോടുകൂടി അതിനെ സ്വസ്ഥാനത്തിൽ വയ്ക്കുകയും ചെയ്തു. ഈ വൃദ്ധൻ ചെമ്പകശ്ശേരി വീട്ടിൽ ആയുധപ്പുര സൂക്ഷിപ്പുകാരനായിരുന്ന വിദ്വാൻ കുറുപ്പിന് ആ ഭവനത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേക സ്ത്രീയിൽ ജാതിയായ പുത്രനാണ്. ഇയാൾ ചെറുപ്പമായിരുന്നപ്പോൾ ആയുധാഭ്യാസത്തിൽ അതിനിപുണനായിരുന്നു. ചെമ്പകശ്ശേരി വീട്ടിൽ തന്നെ ഒരു കളരിയിട്ട് അവിടുത്തെ മൂത്ത പിള്ളയെയും തിരുമുഖത്ത് വീട്ടുകാരെയും മറ്റു പലരെയും വാൾ, പരിച, ഈട്ടി, കുന്തം, വില്ല്, അമ്പ് മുതലായ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോഗങ്ങളെ വളരെ സമൃദ്ധതയോടുകൂടി ഗുരുസ്ഥാനം വഹിച്ച് അഭ്യസിപ്പിച്ചതിനാൽ ആശാൻ എന്ന പേര് സമ്പാദിച്ചു. ചെറുപ്പകാലത്തെ പ്രതാപം ഹേതുവാകിയാൽ എപ്പോഴും ശംഖു ആശാനോട് എതിർപ്പാൻ ആരും തന്നെ തുനിഞ്ഞു ചെല്ലുകയില്ല. ചെമ്പകശ്ശേരി ഗൃഹം തൻ്റെ സ്വന്തമാണെന്നാണ് ആശാന്റെ വിചാരം. വാർദ്ധക്യം കൊണ്ട് അതികോപിഷ്ഠനായി ചമഞ്ഞിരിക്കുന്നതിനാൽ വൃദ്ധൻ ചെമ്പകശ്ശേരി മൂത്തപിള്ളയെ പോലും ചിലപ്പോൾ കഠിനമായി ശാസിക്കും. പാറുക്കുട്ടിയോട് ആശാനുള്ള വാത്സല്യത്തിന് അതിരില്ല. പാറുക്കുട്ടി ചിരിച്ചുവെങ്കിൽ വൃദ്ധനും ചിരിക്കും, കരഞ്ഞുവെങ്കിൽ വൃദ്ധനും വഴിയേ. ഇത്രയൊക്കെ പാറുക്കുട്ടിയെക്കുറിച്ച് സ്നേഹമാണെങ്കിലും ആശാന്റെ അഭിപ്രായത്തിന് പ്രതികൂലമായി ഒന്ന് പറയുന്നതാകിയാൽ പാറുക്കുട്ടിയോടും ആശാൻ കയർക്കും. എന്നാൽ ആശാന്റെ കോപം എത്ര വലുതായിരുന്നാലും പാറുക്കുട്ടിയുടെ വാക്ക് കേട്ടാൽ ശാന്തപ്പെടുക പതിവായിരുന്നു. ബാല്യക്കാർ മുതലായവർക്ക് ചിലപ്പോൾ ആശാന്റെ നെടുവടിയുടെ രുചി അനുഭവിക്കുന്നതിന് സംഗതിയാകാറുണ്ട്. ആശാൻ സാധാരണ കൊണ്ടു നടന്നു വരുന്നത് ഇളയ തമ്പുരാൻ തിരുമനസ്സിനാൽ നൽകപ്പെട്ട സ്വർണ്ണക്കെട്ടുകളോടുകൂടിയ ഒരു വടിയാണ്. ആശാന്റെ വടി കൊണ്ട് പ്രഹരം കെട്ടുന്നത് എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ്. എത്ര വയസ്സായ അമ്മാവ എന്നുള്ള ചോദ്യത്തിന് സാധാരണ ഉത്തരം പ്രഹരമാണ്. തലയിൽ കുടുമയുടെ സ്ഥാനത്ത് 3-4 രോമം ഒരു വിരൽ നീളത്തിൽ പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്നത് ഒഴികെ ശേഷം രോമങ്ങൾ മിന്നുന്ന കശുണ്ടിയുടെ ആക്രമം കൊണ്ട് നാസ്തിയായിരിക്കുന്നു. കാഴ്ച 5-8 വർഷങ്ങൾക്ക് മുമ്പേ കുറഞ്ഞിരുന്നു. എങ്കിലും ഇപ്പോൾ നേത്രങ്ങൾക്ക് ഒരു ദോഷവുമില്ല. പ്രായത്തിനൊത്ത ക്ഷീണം ആശാന്റെ ദേഹത്തെ ബാധിച്ചിട്ടില്ല. ആരെയും അസഭ്യവാക്കുകൾ കൊണ്ട് മർമ്മഭേദം ചെയ്യുന്നതിന് ആശാന് തരിമ്പം കൂസലില്ല. ചെമ്പകശ്ശേരി തറവാട്ട് കാര്യാന്വേഷണങ്ങൾ മിക്കവാറും ആശാൻ തന്നെയാണ്. മൂത്തപിള്ള കാരണവരെന്ന നാമം മാത്രമേ വഹിക്കുന്നുള്ളൂ. ആശാന്റെ കോപത്തെ കണ്ട് പാറുക്കുട്ടി തൻ്റെ അമർത്തിയ പുഞ്ചിരിയോടുകൂടി മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും കാണാത്തതിനാൽ വൃദ്ധൻ വീണ്ടും കോപത്തോടുകൂടി, എന്ത് ഉർക്കവും കൃക്കവും ഒന്നുമില്ലയോ? ഇതൊന്നും കൊള്ളൂല, വല്ലതുമൊക്കെ വലിച്ചു വെക്കും എന്ന് പാറുക്കുട്ടിയുടെ മുഖത്തു നോക്കി പറഞ്ഞു. വൃദ്ധന്റെ രൗദ്രഭാവങ്ങൾക്കും കോപവചനങ്ങൾക്കും നേരെ വിപരീതമാം വണ്ണം പാറുക്കുട്ടി വളരെ ശാന്തതയോടും വാത്സല്യത്തോടും ഒരു ചെറിയ മന്ദഹാസത്തോടും രാത്രിയുടെ നിശബ്ദാവസ്ഥയിൽ അവർണ്ണനീയ രസപ്രദമായ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു: എന്നോടെന്തിനാണ് ഈ കോപമൊക്കെ ആശാനെ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആശാന് ദേഷ്യത്തിന് എപ്പോഴെങ്കിലും ഒരു കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത്രയൊക്കെ ദേഷ്യപ്പെടാൻ ഇവിടെ എന്തുണ്ടായി? ചങ്കുവാശാൻ: അമ്മയുടെ അടുത്ത് ആരാണ് കുശുകുശുന്ന് ചെവി കടിക്കണത്? പാറുക്കുട്ടി: സുന്ദരയ്യനെ അറിയാത്തവരാരുമില്ലെന്ന് അദ്ദേഹം തന്നെ അല്പം മുമ്പ് പറയുകയുണ്ടായി. ആശാൻ അറിയില്ലെന്ന് വരുമോ? എന്നാൽ അദ്ദേഹത്തെ അറിയാത്തതിൽ ഒരാളുണ്ടെന്ന് ആശാൻ ഒന്ന് അങ്ങോട്ട് ചെന്ന് പറയണം. വലിയ തമ്പി അദ്ദേഹത്തിൻ്റെ കെട്ടുപൂട്ടുകാരനാണത്രേ. ആശാൻ: ശെന്നെ നാരായണ, വലിയ തമ്പി അങ്ങത്തെ കുതിര കയറണവനോ? ഞാൻ അറിയൂല്ലയോ? പിന്നെ ആപാത കൂട്ടം ഇത്തുങ്ങളെ ഇതിനകത്ത് കാലെടുത്ത് ചവിട്ടാൻ സമ്മതിച്ചൂടാ. ഇവൻ പട്ടരോ? അവൻ്റെ പൂണൂലിനെ പിടുങ്ങി വല കെട്ടണം. യവനെ ഞാൻ അറിയൂലിയോ? യവൻ ആ കരിങ്കള്ളൻ, തല ഇടി വീഴണ കറുത്തവാവിന് പിറന്ന ചുടലമാടൻ.
പല്ലൻ കുറുപ്പ്. എന്തൊരു കുറുപ്പ്? കുന്തക്കുറുപ്പോ? അല്ല, വേലുക്കുറുപ്പ്. അവൻ്റെ തന്ത്യാനാണ്. ഓ, മറവൻ്റെ പേര് പറഞ്ഞപ്പം ഒരു പിള്ള മിന്നി കർപ്പിച്ചല്ലോ. ഏഹേ, അവൻ്റെ കാര്യം കമാന്ന് ഞാൻ മൂളില്ല. കരിയും വിളിക്കുകയും വേണ്ട. പാറക്കുട്ടി മുഖം കറുത്തൂന്ന് ആശാൻ നിശ്ചയിച്ചു കൊള്ളുന്നത് തന്നെ. ആശാന്റെ വാക്ക് കേട്ടാൽ എനിക്ക് വേലുക്കുറുപ്പിന് വലിയ പേടിയാണെന്ന് തോന്നും. ആശാൻ, ആ കരിക്കട്ട ഭൂതത്തിന് എല്ലാവർക്കും പേടി തന്നെ. അവൻ്റെ പല്ലും ചെറിയും കണ്ണും എല്ലാം കൂടി കണ്ടാൽ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ തോന്നും. അവൻ ചത്തല്ലാതെ ഭൂമിക്ക് പാരം തീരൂല. ശവത്തിൻ്റെ പുറകെ എത്ര നാള് നടന്നു. ചന്തയിൽ പോയതുപോലെ അലഞ്ഞില്ലയോ. വെറുതെ നട്ടം തിരിഞ്ഞിട്ടും ഒരു തിപ്പും ഉണ്ടായില്ല. എന്തൊരു കട്ടം. ചോദിഷ്യം തെറ്റുമോ? 17 വയതില് ഒരു കരപ്പുഴ ഉണ്ടെന്ന് അച്ഛനല്ലയോ എഴുതിയത്? ഏതെല്ലാം ആയാമാരെ കാണിച്ചു. പിന്നെ തലകീഴ്മേലെ മറിഞ്ഞിട്ടും ഒരു ചുഴിപ്പ് മാറി ആരെങ്കിലും എഴുതിയോ? അച്ഛനെ പിള്ള കണ്ടിട്ടില്ലല്ലോ അല്ലേ? കരയാനോ ഭാവിക്കണത്? ചുമ്മാ അല്ലേ ചിണിങ്ങിയമ്മ എന്നെല്ലാരും പറയണത്? ഇത്രമാത്രം ഇക്ക് കണ്ടുകൂടാ തങ്കം. കരഞ്ഞിട്ട് കാര്യം വല്ലതുമുണ്ടോ? പെയ്യത് പെയ്യ് അല്ലേ? ഒരു പൊറുതി വേണ്ടായോ? എന്നും കൊച്ചോ? കൊള്ളാം. പാറക്കുട്ടി അമ്മ പറയുന്നത് പോലെയൊക്കെ ആശാനും പറയുന്നതിന് തയ്യാറുണ്ട്. രണ്ടുപേർക്കും ദയ കൂടാതെ സംസാരിക്കുന്നതിന് ഒരു മടിയുമില്ല. ആശാനെ, എന്നെങ്കിലും ഒരു തീർച്ചയായ അറിവ് കിട്ടുന്നത് വരെ ഒരു വിധത്തിലും എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നതല്ല. ദോഷമായ അറിവാണ് കിട്ടുന്നതെങ്കിൽ ഈശ്വരകൽപ്പിതമെന്ന് വിചാരിച്ചുകൊള്ളും. ആശാൻ, ഇനി എന്തൊരു തീർച്ചയാണ് വരാനുള്ളത്? ജീവനോടിരിക്കുന്നെങ്കിൽ തങ്കത്തെ വന്ന് കാണാതെ ഇരിക്കുമോ? അതില്ല. എങ്കിലും ദിവസേന എൻ്റെ മനസ്സിൽ മരിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം ക്രമേണ ഉറച്ചു വരുന്നു. അത് അമ്മ പറയും വണ്ണം അങ്ങനെ സംഭവിക്കണമെന്നുള്ള എൻ്റെ വിചാരം കൊണ്ടുണ്ടാകുന്നതായിരിക്കാം. എന്നാലും ചില സമയങ്ങളിൽ എൻ്റെ മനസ്സ് ചെമ്പകവക്കൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു പോകുന്നു. ആശാൻ, ചെമ്പകവക്കൻ പ്രാന്തിയെ പ്രാന്തി, ശുദ്ധ പ്രാന്തി, പോറ്റം പിടിച്ച പയു. ആ ആട്ടക്കാരിയുടെ വാക്കിനെയാണോ ചെരിവെച്ചുകൊണ്ടിരിക്കുന്നത്? അയ്യേ, ഇടിച്ചു പോയി. വേറെ പേര് കേൾക്കട്ടെ. അത്ര വളരെ പുച്ഛിക്കേണ്ട ആശാനെ. ചെമ്പകവക്കനെ നല്ലവണ്ണം അറിയാതെ എല്ലാവരും വെറുതെ ദുഷിക്കുകയാണ്. ഏതെങ്കിലും ഒരു സംഗതി കേട്ടാൽ അതിൻ്റെ സൂക്ഷ്മസ്ഥിതി എങ്ങനെ എന്ന് ആലോചിക്കുന്നതിനുള്ള ബുദ്ധിസാമർഥ്യം ആ അക്കന് തുല്യം ആർക്കുമില്ല. വേലുക്കുറുപ്പിൻ്റെ കഥ കളവാണെന്നും അതിൻ്റെ വാസ്തവം വെളിപ്പെടുത്തി തരാമെന്നും ആ അക്കൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ 5-6 മാസമായി കാണാറില്ല. തുർപ്പുത്തി കലിയുഗം മുറ്റിയല്ലയോ വരണത്. പെണ്ണുങ്ങളൊക്കെ കയറി നൂന്നുപോയി. പിള്ളാരൊക്കെ അപ്പൂപ്പന്മാരും അമ്മുമ്മമാരും ചമയണൂന്നേ. അവള് പറഞ്ഞതിനെ വെള്ളത്തിൽ എഴുതിക്കൊണ്ടാൽ മതി. അവളെ കാണാത്തതോ? അവളുടെ നായര് തൊലഞ്ഞു. ഇപ്പം ചിറിപപ്പനാവൻ തമ്പി അങ്ങുന്നായി. ആ കാലമാടൻ കോടയിൽ കുളിക്കുന്ന രാമണമ്പടത്തിപ്പിള്ള ആയി. കണ്ട ആളുമായി കുറച്ചില്. ആണുങ്ങളെ മിരട്ടാനുള്ള വിദ്യ പതിനേ. പാറക്കുട്ടി, അരിതാശാനെ, അതൊക്കെ വെറുതെയാണ്. എല്ലാവരോടും സംസാരിക്കുകയും തൻ്റെ അഭിപ്രായത്തെ മടികൂടാതെ പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഈ ദുഷ്പേരുണ്ടാക്കി തീർത്തത്. ചെമ്പകവക്കന് എന്നെക്കുറിച്ച് വലിയ കൂറാണ്. ആശാനെ പോലെ തന്നെ ആ അക്കനും എനിക്ക് വേണ്ടി വളരെ മുഷിഞ്ഞിട്ടുണ്ട്. ആശാൻ ഇങ്ങനെയൊന്നും പറയരുത്. ആശാൻ മൂക്കിനെ അറുത്തു കളയും. ആശാനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് തൻ്റെ അഭിപ്രായത്തോട് ചേർക്കുക വിഷമമെന്ന് വിചാരിച്ച് പാറുക്കുട്ടി മിണ്ടാതെ ഇരിപ്പായി. ഉത്തരം പറയാതെ ഇരുന്നത് തന്നെ അപമാനിച്ചതാണെന്ന് നിശ്ചയിച്ച് ആശാൻ ഒരാക്ഷേപ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പിള്ള കലവിച്ചല്ലയോ പോയി? ചെമ്പകക്കനെ തലയിലോ വച്ചിരിക്കുന്നത്? ഇതാരറിഞ്ഞു വെച്ചനി? ചെമ്പകവക്കനോ, ചീലാവതി, താവിത്രി, അരുന്ധതി, ഇപ്പ കറന്ന പാല്, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പൂച്ചക്കുട്ടി മതിയോ? പാറക്കുട്ടി, ആശാന് തോന്നിയതൊക്കെ പറയണം. എന്തു കോപവും കൊണ്ടാണ് വന്നിരിക്കുന്നത്? ഈ കോപത്തിന് ഒരിക്കലും ഒരു കുറവില്ലെന്നോ? അരനാഴിക സംസാരിച്ചു കൊണ്ടിരുന്നാൽ 10 പ്രാവശ്യം ദേഷ്യപ്പെടും. ആശാൻ, കിഴട്ട് കിഴവൻ ഇവിടെ കാര്യമെന്ത്? ചണ്ട പിടിക്കണതും ദേഷ്യപ്പെടണതും. ആരെ അടുത്ത് അടിക്കാനും പിടിക്കാനും അച്ചിയോ മക്കളോ ഇരിക്കണോ? നിങ്ങളെയൊക്കെ തർമ്മ കൊണ്ട് വെള്ളം മോന്തി കിടക്കണു. തല സാധാരണയിലധികം വിറയ്ക്കുന്നു.
ശ്വാസം മുട്ടി വാക്കുകൾ ശരിയായി പുറപ്പെടുന്നില്ല. വെളുത്ത ചക്രങ്ങൾ വീണിട്ടുള്ള കൃഷ്ണമണികൾ കണ്ണീർ കൊണ്ട് മറഞ്ഞ് സ്ഫടികങ്ങൾ പോലെ പ്രകാശിക്കുന്നു. ആ 60 ചെന്നു പിറുപിറുത്ത കിഴവന് ചാക്കാലയും പേക്കിടിയും ഇല്ലാഞ്ഞിട്ടല്ലയോ ഇതൊക്കെ കാമാനും കേൾപ്പാനും ഇട വന്നത്? പാറുക്കുട്ടി വൃദ്ധൻ്റെ ഈ വ്യസനം കണ്ട ഉടനെ എഴുന്നേറ്റ് അയാളുടെ കൈ പിടിച്ച് ഇപ്രകാരം പറഞ്ഞു: ആശാൻ, ഇത്ര വ്യസനം ഉണ്ടാക്കാൻ ഞാൻ എന്തു പറഞ്ഞു? എൻ്റെ വാക്കാണ് ഈ വ്യസനം ഉണ്ടാക്കിയതെങ്കിൽ. ആശാൻ: അയ്യോ, പിള്ളയുടെ വാക്ക് എനിക്ക് വ്യസനം ഉണ്ടാക്കുമോ? ഞാൻ എൻ്റെ പാട് പറയണു പിള്ളേ, പാതിരായ്ക്ക് മേലായി, ഉറങ്ങാൻ പോവിൻ എന്നിങ്ങനെ വ്യസനത്തോടും വാത്സല്യത്തോടും പറഞ്ഞിട്ട് ആശാൻ വടക്കേ കെട്ടിലേക്ക് വടി ഊന്നി നടായായി. പാറുക്കുട്ടി ആശാൻ്റെ പിറകെ തിരിച്ചു. ആശാൻ വടക്കേ കെട്ടിലെത്തിയപ്പോൾ സുന്ദരയ്യനെ യാത്രയാക്കിയിട്ട് കൃത്രിമമായുള്ള ഒരു സംഗതിയിൽ ബുദ്ധിയെ അധികമായി പ്രകടിപ്പിച്ച് നിവൃത്തിമാർഗത്തെ നിർണയപ്പെടുത്തി സന്തുഷ്ട ചിത്തനായിരിക്കുന്ന മന്ത്രിയുടെ പ്രൗഢഭാവത്തോടു കൂടി കാർത്യാനിയമ്മ ഒരു തൂണിനെ ആധാരമാക്കി വിശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സ്ത്രീയെ കണ്ടപ്പോൾ ആശാന്റെ കോപം വർദ്ധിച്ചു. കേവലം ഭ്രാന്തചിത്തനായിട്ട് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: ഇതെന്തൊരു കൂത്തുപിള്ളേ, വല്ല പരക്കഴികളും വന്ന് കയറിയാലെ കൊണ്ട് വീടാ കുടിയാ പാർക്കണ പെണ്ണുങ്ങളോ അവരെ പിടിച്ചെത്തി പോയിക്കണത്? എവിടുത്തെ നടപ്പാണിത്? പട്ടര് നമ്മുടെ മച്ചമ്പിക്കാരനോ? തൻ്റെ അറപ്പുരയിലേക്കുള്ള പുറപ്പാടിൽ വടക്കേ കെട്ടിൽ വെച്ച് സുന്ദരയ്യൻ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയെന്ന അപരാധത്തെ ആ ബ്രാഹ്മണൻ ചെയ്തിരുന്നതിനെ ഓർത്തിട്ട്, അവനോ എന്നെ വെച്ച് നോക്കണത്? അവൻ്റെ കുണ്ടു കണ്ണും പൊട്ടും പൂമാലയും കൊണ്ട് ഇതിനകത്ത് ഇനി കയറട്ടെ. അവനിവിടുത്തെ ആര്? ചിരിക്കണോ? കൊള്ളാം, കേൾക്കാൻ ആളുണ്ടോ എന്ന് അറിയട്ടെ. ആ പ്രസംഗത്തിന് കാർത്യാനിയമ്മ ഉത്തരം ഉരിയാടാതെ ചിരിക്കാൻ മാത്രം ചെയ്തതിനെ കണ്ടിട്ടുണ്ടായ ക്രോധത്തെ സഹിക്കാൻ ശക്തനല്ലാതെയായി. വൃദ്ധൻ ചീറുകയും ഇടയ്ക്കിടെ ഓരോന്ന് പറയുകയും വടികൊണ്ട് ബലമായി നിലത്തൂന്നുകയും ചെയ്തുകൊണ്ട് തൻ്റെ ശയനസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. കാർത്യാനിയമ്മ ഒരു വേലക്കാരനെ വിളിച്ച്, ശംഖുവാശാൻ അറപ്പുരയിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞു എന്ന് പോയി പറയണം കേട്ടോ എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് എന്നൊരാട്ടും ഒരു പ്രകരവും വേദനയോടെ ഒരു നിലവിളിയും ആയുധപ്പുരയിൽ നടന്നു. കാരണം വ്യക്തമാണല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മാർത്താണ്ഡവർമ്മയുടെ 4-ാം അധ്യായം ഒരുപാട് വൈകി വായിച്ചിട്ട് വരാൻ ക്ഷമിക്കണം. എല്ലാവർക്കും നന്ദി.